Hi friends, welcome to Simis Nadan kitchen. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു 4 മണി പലഹാരം ആട്ടോ. ഇടിച്ചക്ക വെച്ചിട്ട് പക്കോട. ഇത് വളരെ ടേസ്റ്റ് ആണ്. ഇത് നല്ല ഞാൻ വറുത്തതിന് ശേഷം ഇത് നല്ല ഒരു ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം. ഇത് വെച്ചേക്കാൻ പറ്റത്തില്ല. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് ഇടിച്ചക്ക കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇത് വേവിച്ചതല്ല ട്ടോ, ഇത് പച്ചയാണിത്. ഇത് കണക്കെ നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. നമ്മൾ ചക്ക ചിപ്സൊക്കെ വറുക്കാൻ വേണ്ടി അരിയത്തില്ലേ, അതുപോലെ വേണം ഇടിച്ചക്ക അരിയാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ആ ഇടിച്ചക്കയുടെ പച്ച കളറിലെ ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ, ബാക്കി ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു കോട്ടിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/2 കപ്പ് കടലപ്പൊടി, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് കായം, ഒരു 2 നുള്ളു കായം ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ആകണ്ട കേട്ടോ, നമ്മൾ ഇതിൻ്റെ പുറമെ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ എടുത്തേക്കണത്. ഒരുപാട് വെള്ളമല്ല, ഇങ്ങനെ കട്ട കട്ട പോലെയാട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മളത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കും, അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ചക്കയുടെ പുറത്തുനിന്ന് ആ കോട്ടിങ് അങ്ങോട്ട് മാറിപ്പോവും. എരിവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എരിവ് നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ എക്സ്ട്രാ എരിവൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. വെച്ചേക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ വറുക്കാം. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചേക്കണം ചക്ക ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുമ്പോൾ വിടിയിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ചിരിക്കും. നല്ല മൊരിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് നല്ലതായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. ചക്ക ഇടുന്നതിന് മുന്നേ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കണം. ചക്ക ഇട്ടതിന് ശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റണം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ചക്ക പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിങ്ങനെ എണ്ണയിൽ കുറച്ച് സമയം കിടക്കണം കേട്ടോ. എന്നുവെച്ചാൽ ആ ചക്കയ്ക്കകത്ത് ഒരു വെള്ളമായി ഉണ്ടല്ലോ, അത് പോകുന്ന വരെ ഇത് കിടക്കണം. എന്നാൽ മാത്രമേ ഇത് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കാട്ടോ. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ ഇത് ഓൾറെഡി നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കൂടെ വറുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ വറുക്കാൻ പോകുന്നത്. ഞാനിതിപ്പോൾ രണ്ടാമത് ഒന്നും കൂടെ ഇടണേണ് എണ്ണയിലേക്ക്. ഇടുമ്പോൾ ചൂട് ഒന്ന് ആറിയതിന് ശേഷമാണ് കേട്ടോ ഇടാനായിട്ട്. ചൂടോടെ തന്നെ ഇടരുത്, എന്നാൽ മാത്രമേ നല്ല കരുവരിപ്പോട് കൂടി ആവത്തുള്ളത്. ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഇത്രയും മതി. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. രണ്ടാമതിട്ടതും വറുത്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ, അവിടെയാണ് പാത്രത്തിലേക്ക് ഇടുമ്പോൾ നല്ല ഒരു ചിപ്സ് കണക്കാണ് വീഴുന്നത് അതിൻ്റെ അകത്തേക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഈ ചക്ക പുരട്ടി വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് മാവുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതാണ്, ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കറിവേപ്പില ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടൊന്ന് പുരട്ടിയെടുക്കാം.
എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇടാം. ഇതിങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കറിവേപ്പില ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അത് നമ്മൾ ആ കോട്ടിങ്ങും കൂടെ വരുമ്പോൾ ആ കറിവേപ്പിലയ്ക്ക് നല്ലൊരു ടേസ്റ്റ്. ഈ കറിവേപ്പില നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചക്കയ്ക്കകത്തോട് ചേർക്കാം. മിക്സ് ചെയ്യാം. നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നില്ലേ നല്ലൊരു ക്രിസ്പി ആയിട്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിച്ചക്ക പക്കോട കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്